തിരക്കാണ് പ്രമേഹത്തിന്റെ വിത്ത്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത രീതി, നമ്മുടെ ടെൻഷൻ, എവിടെ എത്തിയില്ല എന്നുള്ള തോന്നലുള്ള ഓട്ടം, ഇത് മാത്രമാണ് 99% പ്രമേഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ വിത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെൻഷൻ വേണ്ട എന്ന് പറയാൻ എളുപ്പമാണ്. ഇവിടെയാണ് പ്രമേഹ രോഗ ചികിത്സയുടെ അല്ലെങ്കിൽ ചികിത്സകന്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രത്യേകത. കുറെ കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് ഡോക്ടർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്യാനും അതിനുവേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയുള്ള പോംവഴികളും നിർദ്ദേശിക്കാൻ പറ്റും. ഇത് പലപ്പോഴും ഒരു ഡോക്ടർക്ക് അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഓരോ സ്ഥലത്തുള്ള ജിയോഗ്രഫി അനുസരിച്ച് ആൾക്കാരുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അവർക്ക് എങ്ങനെ പറഞ്ഞാലാണ് കൂടുതൽ അവരുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന് ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഇവയാണ് പ്രമേഹ രോഗ ചികിത്സയുടെ ഫൈനൽ റിസൾട്ടിനെ പലപ്പോഴും മാറ്റാറുള്ളത്. കാരണം എല്ലാ ഡോക്ടർമാരും ഒരുവിധം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസും ഇതൊക്കെ ലോകത്തെ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ രീതിയിൽ തന്നെയാണ് ഗൈഡ് ലൈൻസുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ ഗൈഡ് ലൈനുകളെ എങ്ങനെ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വലൈസേഷൻ, കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയുന്ന അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഒരു ഡോക്ടറുടെ വൈദഗ്ധ്യം. ഇതിനു വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ വളരെ എൻ്റെ രോഗികളെ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യമാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ചോറ് എല്ലാവരും ഒഴിവാക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചോറ് ഒഴിവാക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ചോറ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന്. ചോറ് കഴിക്കാൻ പറ്റാതാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ക്വാളിറ്റി വളരെയധികം പോയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും റെഗുലറൈസ് ചെയ്യാനും സ്കോപ്പ് ഉണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ചികിത്സയ്ക്ക് വരുന്ന പ്രമേഹ രോഗികളിൽ നല്ലൊരു ശതമാനത്തിനും ഭക്ഷണം, ചോറ് എന്നുള്ള അവരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ തന്നെ എനിക്ക് കഴിയാറുണ്ട്. കാരണം മറ്റ് കാര്യങ്ങളിൽ തന്നെ ഒരുപാട് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ ചോറ് മാത്രമായിട്ട് പ്രശ്നം ഉണ്ടാക്കാറില്ല. അപ്പൊ ഇതുപോലെ ഓരോ രോഗികൾക്കും അവരവരുടെ അടിസ്ഥാനത്തിലുള്ള ഇന്നെ മാറ്റാൻ പറ്റാത്ത ജീവിതത്തിലെ കുറെ ആഗ്രഹങ്ങളും നമ്മുടെ ചര്യകളും ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിച്ച് അതിനനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം രോഗികൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തന്നെ അവരവരുടെ നിത്യേന തുടർന്നു പോകുന്ന ജീവിത രീതികൾ തുടരാൻ കഴിയാറുണ്ട്. ഇതാണ് ഇന്നത്തെ ക്രക്സ് മെസ്സേജ്.